അവളെ പുറത്താക്കിയത് തന്നെ. കുടുംബത്ത് കയറി കൊത്തണ്ട കമ്മിക്കൂട്ടങ്ങളെ വെട്ടി മുഖ്യൻ. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ മാനേജിംഗ് ഡയറക്ടർ സ്ഥാനത്തു നിന്ന് IAS ഉദ്യോഗസ്ഥ ദിവ്യ എസ് അയ്യരെ മാറ്റിയതിനെ ചൊല്ലി കേരള രാഷ്ട്രീയത്തിൽ പുകയുന്ന വൻ വിവാദത്തിന്റെ കൃത്യമായ ചിത്രമാണ് പുറത്തുവരുന്നത്. UDF സർക്കാർ അധികാരമേറ്റതിന് പിന്നാലെ നടത്തിയ ഈ ഉദ്യോഗസ്ഥ സ്ഥലം മാറ്റം അദാനി ഗ്രൂപ്പിനെ സഹായിക്കാനാണെന്ന ഗുരുതര ആരോപണവുമായി CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ് രംഗത്തെത്തിയതോടെ രാഷ്ട്രീയ പോരും മുറുകുകയാണ്. വിഴിഞ്ഞം പദ്ധതിയിലെ കരാർ വ്യവസ്ഥകൾ അദാനി ഗ്രൂപ്പിന് അനുകൂലമായി മാറ്റാനുള്ള നീക്കങ്ങളെ ദിവ്യ എസ് അയ്യർ ശക്തമായി ചെറുത്തിരുന്നുവെന്നും സംസ്ഥാനത്തിന്റെ താൽപര്യങ്ങൾ സംരക്ഷിച്ച അവരെ മാറ്റാൻ മുൻപ് LDF സർക്കാരിന്റെ കാലത്ത് അദാനി ഗ്രൂപ്പ് സമ്മർദ്ദം ചെലുത്തിയിട്ടും അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അത് തള്ളിക്കളയുകയുമായിരുന്നു എന്നുമാണ് CPM ഉന്നയിക്കുന്ന പ്രധാന വാദം. ഇതിനു പുറമെ അദാനി പോർട്സ് തങ്ങളുടെ 49% ഓഹരികൾ സ്വിറ്റ്സർലൻഡ് ആസ്ഥാനമായുള്ള MSC ഷിപ്പിംഗ് കമ്പനിക്ക് കൈമാറാൻ അനുമതി തേടി നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഈ അടിയന്തര മാറ്റമെന്നും മുഖ്യമന്ത്രി VD സതീശൻ അദാനി അധികൃതരെ കാണാൻ മംഗലാപുരത്തേക്ക് നടത്തിയ ചാർട്ടേഡ് വിമാനയാത്രയുടെ ചെലവ് ആരാണ് വഹിച്ചതെന്നും CPM ചോദ്യമുയർത്തുന്നു. എന്നാൽ ഈ കടുത്ത രാഷ്ട്രീയ ആക്രമണങ്ങളെയും കമ്മിക്കൂട്ടങ്ങളുടെ വിമർശനങ്ങളെയും പൂർണ്ണമായി വെട്ടിനിരത്തിക്കൊണ്ടാണ് മുഖ്യമന്ത്രി VD സതീശൻ അതിശക്തമായ മറുപടിയുമായി രംഗത്ത് വന്നത്. ദിവ്യ എസ് അയ്യരെ മാറ്റിയതിൽ യാതൊരു അസ്വാഭാവികതയും ഇല്ലെന്നും ഒരു പുതിയ സർക്കാർ വരുമ്പോൾ ദീർഘകാലമായി ഒരേ പദവികളിൽ തുടരുന്ന ഉദ്യോഗസ്ഥരെ മാറ്റുന്നത് തികച്ചും സ്വാഭാവികമായ നടപടിക്രമം മാത്രമാണെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഒരാളെ മാറ്റിയാൽ എന്താണ് ഇത്ര വലിയ കുഴപ്പമെന്ന് ചോദിച്ച അദ്ദേഹം വിഴിഞ്ഞത്തിന്റെ കാര്യത്തിൽ ഇടപെടാൻ കണ്ണൂരിലെ CPM സെക്രട്ടറിക്ക് എന്താണ് ബിസിനസ് എന്ന മൂർച്ചയേറിയ ചോദ്യത്തോടെയാണ് പ്രതിപക്ഷ ആരോപണങ്ങളുടെ മുനയൊടിച്ചത്. അദാനി ഗ്രൂപ്പിന്റെ ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പരിശോധിക്കാൻ അധികാരപ്പെടുത്തിയ ഒരു ഉന്നതാധികാര സമിതി നിലവിലുണ്ടെന്നും കോടികളുടെ ഈ സ്വപ്ന പദ്ധതിയിൽ സംസ്ഥാനത്തിന്റെ ഒരു താൽപര്യവും ഒരു രീതിയിലും വിട്ടുവീഴ്ച ചെയ്യില്ലെന്നും മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് ഉറപ്പിച്ചു പറഞ്ഞു. ചുരുക്കത്തിൽ ഉദ്യോഗസ്ഥ സ്ഥലം മാറ്റത്തെ കോർപ്പറേറ്റ് പ്രീണനമായി ചിത്രീകരിക്കാൻ നോക്കിയ CPMന്റെ രാഷ്ട്രീയ നീക്കങ്ങളെ ഭരണപരമായ അവകാശം ഉയർത്തിക്കാട്ടി മുഖ്യമന്ത്രി VD സതീശൻ പ്രതിരോധിക്കുന്ന കാഴ്ചയാണ് വിഴിഞ്ഞത്തെ ചൊല്ലി ഇപ്പോൾ കേരളത്തിൽ അരങ്ങേറുന്നത്. അത് ഞാൻ ചോദിക്കട്ടെ, കണ്ണൂർ ജില്ലാ സെക്രട്ടറിയുടെ വലിയ പത്രസമ്മേളനം ആശയമൊക്കെ കേട്ടു. എൻ്റെ തിരിച്ചുള്ളൊരു ചോദ്യം കേട്ടോ, കണ്ണൂർ ജില്ലാ സെക്രട്ടറിക്ക് എന്താ കാര്യം വിഴിഞ്ഞത്തിൻ്റെ കാര്യത്തിൽ? എന്താ ഇത്ര ഇൻട്രസ്റ്റ്? പാർട്ടിയുടെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിക്ക് എന്താ ഇൻട്രസ്റ്റ് വിഴിഞ്ഞത്തിൻ്റെ കാര്യത്തിൽ? എന്നെ കൊണ്ട് ചോദിപ്പിക്കല്ലേ കേട്ടോ. അത് കൊടുക്കും. സഹായം കൊടുത്തതിൻ്റെ 5 ലക്ഷം രൂപ വീതം അവരുടെ ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവരുടെ ചികിത്സ നടത്തും. അവരുടെ മൃതശരീരങ്ങൾ നാട്ടിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള കോർഡിനേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് തന്നെ എത്തിക്കും. അല്ലല്ലോ, നിങ്ങളിതൊക്കെ ആലോചിച്ചോ? ആ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ അധിക്ഷേപം കേട്ട ഒരാളാണ് ഞാൻ എന്താണ് പറഞ്ഞത്? ഗൗരവതരമായി പരിശോധിക്കാതെ, പാരിസ്ഥിതിക ആഘാത പഠനം ഗൗരവമായി നടത്താതെ ഈ പദ്ധതിയുമായി പോകരുത്. എന്താ കാര്യം പറയാൻ കാര്യം? വയനാട് വെസ്റ്റേൺ ഗാർഡ്സ് എന്ന് പറയുന്നത് വളരെ സെൻസിറ്റീവാണ്, ഫ്രജൈലാണ് അവിടുത്തെ മണ്ണ്. എന്നെ എന്തുമാത്രം പരിഹാസം ഉണ്ടായിരുന്നു. മണ്ണ് പരിശോധനാ വിദഗ്ധൻ എന്നെല്ലാം പറഞ്ഞു. മണ്ണ് പരിശോധനാ വിദഗ്ധൻ എന്നൊക്കെ പറഞ്ഞ് എന്നെ കളിയാക്കി CPM ഹാൻഡിലുകൾ. അവരാണ് എൻ്റെ PR മുഴുവൻ നടത്തിയത്. എനിക്ക് നന്ദിയുണ്ട് അവരോട്. ഞാനൊന്നും പറഞ്ഞു അവരെയൊന്നും മാറ്റല്ലെന്ന്. കാരണം അവരാണ് എനിക്ക് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ക്യാമ്പയിൻ നടത്തിയത്. കാരണം ആ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പുള്ള 2-3 മാസം സോഷ്യൽ മീഡിയ തുറന്നാൽ എന്നെ മാത്രം, എൻ്റെ വികൃതമായ രൂപങ്ങളൊക്കെ ഉള്ളതാണെങ്കിലും എൻ്റെ കണ്ണൊക്കെ തളിച്ചിട്ടുള്ളതാണെങ്കിലും എൻ്റെ പടം മാത്രം ഉണ്ടായിരുന്നില്ല. ഏറ്റവും കൂടുതൽ എന്നെ CPM അധിക്ഷേപിച്ച വിഷയം തുരങ്കപാത വികസനം തകർക്കാൻ ശ്രമിക്കുന്ന വികസന വിരുദ്ധൻ എന്ന് പറഞ്ഞിട്ടാണ്. ഞാൻ ഒറ്റ കാര്യമേ പറഞ്ഞുള്ളൂ, അതുപോലത്തെ സെൻസിറ്റീവായൊരു സ്ഥലത്ത് ഇത് ചെയ്യുമ്പോൾ സൂക്ഷിച്ചു വേണമെന്ന് പറഞ്ഞു. ഇവിടെ സ്റ്റേറ്റ് ഒരു പഠനം നടത്തി. ആ പഠനത്തിലെ റിസൾട്ട് എന്താ? ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലെന്ന്. രണ്ടാമത് സെൻട്രൽ ഗവൺമെൻറ് വേണ്ടാന്ന് പറഞ്ഞു. വീണ്ടും സംസ്ഥാന ഗവൺമെൻറ് നിർബന്ധിച്ച് അവിടെ നിന്ന് 50ഓളം കർശനമായ നിർദ്ദേശങ്ങൾ വെച്ചുകൊണ്ടിട്ടുള്ളതാണ് ഈ തുരങ്കപാതയുടെ പണി തുടങ്ങിയത്. അതുകൊണ്ടാണല്ലോ നമ്മൾ പറഞ്ഞത്
എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ പരിശോധിക്കട്ടെ. ഞാനിപ്പോഴും അങ്ങനെ പറയും, ഗവൺമെൻറ് അല്ലേ, ഗവൺമെൻറ്റിൻ്റെ ഭാഗമല്ലേ. പക്ഷേ ഈ ഒരു വിഷയത്തിൻ്റെ പുറത്ത് ഒരുപാട് പരിഹസിക്കപ്പെട്ട, ആക്ഷേപിക്കപ്പെട്ട ഒരു പ്രതിപക്ഷ നേതാവായിരുന്നു ഞാനെന്ന് നിങ്ങളൊക്കെ ഓർക്കുന്നതല്ല.